ഞാൻ ഇന്നൊരു ക്രിയേറ്റിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഏറ്റവും പ്രധാനം കമൻ്റ് ഇടണം. കമൻ്റ് ആരും ഇട്ട് ഞാൻ കാണുന്നില്ല. ഒന്നോ രണ്ടോ മൂന്നോ പേരെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കമൻറ്റും കൂടെ ഇട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു അഭിപ്രായം അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ക്രിയേറ്റിവിറ്റിക്കായിട്ട് ഇന്ന് എടുത്തിരിക്കുന്നത് അതിന് മുന്നേ ഈ ഒരു ഐറ്റം എല്ലാവരും വിചാരിക്കും ഇതെന്താ രാവിലെ ക്യാൻഡിലും കൊണ്ടെന്ന് കേട്ടോ. ഈ ക്യാൻഡിൽ കൊണ്ട് ചെറിയൊരു ഉപയോഗമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനൊരു ഹാങ്ങിങ് പോട്ടാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നത്. ഈ സാധനങ്ങളുണ്ട്. ഇത് എൻ്റെ മോൻ്റെ ടോയ്സ് കാറിലുള്ള വീലിൻ്റെ ഒരടപ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഹോളുണ്ട്. അവർ ഈ സീരിയൽ ഇതിലാണ് പിടിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 5 ഹോളുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു 5 ഹോൾ എളുപ്പമായിട്ടുണ്ട്. പിന്നെ ഇത് 4 ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുക. 4 ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ വീഡിയോ വന്നിട്ട് ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് മാത്രമാണ് 4 നേരത്തെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ബോളിത 5 ഒരേപോലത്തെ ആയിരുന്നാൽ കാണാൻ ഭംഗിയായിരിക്കും കേട്ടോ. ഒരെണ്ണം വെറൈറ്റി ആയിപ്പോയി. അപ്പോൾ അത് ഞാൻ വിചാരിച്ച് അവസാനത്തെ ഭാഗത്ത് നമുക്ക് ഇടാം. അപ്പോൾ ഇതിൽ കാണുന്നുണ്ട് ഒരു കുഞ്ഞു ഹോള്. ഇതാ ഇവിടെ ഒരു പിൻ പോയിൻ്റ് പോലത്തെ ഹോൾ കാണാൻ പറ്റുമല്ലോ. അത് ഒരെണ്ണം ഇവിടെ ഇടുമ്പോൾ മറ്റേത് ഇവിടെ ഓപ്പോസിറ്റ്. ഈ ഹോളെല്ലാം ഞാൻ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് 2 ഹോള് കാണാമല്ലോ അല്ലേ. അപ്പോൾ അത് ഞാൻ ഈ ഒരു ഐറ്റം കൊണ്ടാണ്, ഈ ഒരു പിന്നിൻ്റെ അളവിലാണ് മുകളിലത്തെ. എന്ന് വെച്ചാൽ നമുക്ക് ചരട് ഇതിൽ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ഒരു ചെറിയ ഹോള് മതിയാവും, ഇല്ലെങ്കിൽ ചരട് ഇനി പുറത്തേക്ക് വരും. പിന്നെ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഹോളിന് കുറച്ചും കൂടെ വലിപ്പം ഉണ്ടായിരുന്നാൽ വെള്ളം ഈസി ആയിട്ട് പോകും. ഓക്കെ. അപ്പോൾ ഇതിൽ 4 ഹോള് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ എല്ലാത്തിലും ഇട്ടിട്ടുണ്ട് 4 ഹോള്. അങ്ങനെയാണ് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ മുത്താണ്. ഞാൻ മാല മുത്തെടുത്തിരിക്കുന്നത്. അതിന് പൊട്ടിയ മാല മതി. പിന്നെ ഹാങ്ങിങ്ങായിട്ട് തൂക്കാൻ വേണ്ടി ഒരു കൊളുത്ത്. ഇതിന് എന്ത് പേര് പറയുമല്ലോ, കീയാണ്, കൊളുത്തെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് എൻ്റെ കറക്റ്റ് പേര് മറന്നു. അപ്പോൾ ആ ഒരു ഐറ്റം അത് ഞാൻ വേറൊരു ഹാങ്ങിങ് വലിച്ചെടുത്തതാണ് കേട്ടോ, വാങ്ങിയതല്ല. ഇതില്ലാത്തവർക്ക് വെറുതെ ചരട് കൊണ്ട് കെട്ടിയിട്ടാലും മതിയാവും കേട്ടോ. ഇതൊക്കെ പിന്നെ കുറച്ചൊരു ഭംഗിക്കും എല്ലാത്തിനും വേണ്ടി പിന്നെ കുറച്ച് സേഫായിരിക്കും. മറ്റേ ചരടാകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അടുത്ത് ഈ ഒരു ഐറ്റം ചെടി. പിന്നെ ഉള്ളത് ചകിരിച്ചോറ്, കുറച്ച് മണൽ. ചകിരിച്ചോറാണ് കൂടുതൽ കേട്ടോ. ഇങ്ങനത്തെ പോട്ടിൽ വയ്ക്കുമ്പോൾ നമ്മൾ ചകിരിച്ചോറ് കൂടുതൽ വയ്ക്കണം. മണൽ കൂടുതൽ, മണലോ മണ്ണോ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ സെറ്റായിപ്പോവും. അപ്പോൾ വാട്ടറിങ് ശരിയായിട്ട് കിട്ടത്തില്ല. അങ്ങനെ ചെടി ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ ബോളല്ലേ, അത് ഐസ്ക്രീം ബോളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചകിരിച്ചോറ് കുറച്ച് കൂടുതൽ. പിന്നെ ചാണകപ്പൊടി, മൊത്തം 3 ഐറ്റം ചാണകപ്പൊടി, കുറച്ച് മണൽ, പിന്നെ ചകിരിച്ചോറ്. അപ്പോൾ ഇതാണ് ഐസ്ക്രീം ബോട്ടിൽ. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വിടാം. അപ്പോൾ ചെടി പിടിച്ച് വരുമ്പോഴേ നമുക്ക് എന്തിനും വിത്ത് മുളപ്പിക്കാനോ എന്തിനായാലും ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വയ്ക്കുന്ന സാധനം വളർന്നു വരുമ്പോഴത്തേക്കും നമുക്കത് എടുത്ത് മാറ്റണമെങ്കിൽ ഈ മുകൾ ഭാഗം കട്ട് ചെയ്താൽ ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ വേര് പൊട്ടി വരാൻ സാധ്യതയുണ്ട്. ഞാൻ വയ്ക്കുന്ന ചെടി ഇപ്പോൾ കുഴപ്പമില്ലാത്ത ചെടി, അത് വേര് പൊട്ടിയാലും നമുക്ക് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ.
ആദ്യം ഈ ബോൾ എടുക്കും. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഒരു ചരടും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ 4ാമത്തെ ഐറ്റമാണ് ഞാൻ എടുത്തിട്ട് അതിൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ ചരട് മുറിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു നീളം, അപ്പോൾ ഇതിന്ന് എത്രത്തോളമാണ് താഴെ നിൽക്കേണ്ടത് അതനുസരിച്ച് വേണം നമ്മൾ ചരട് കട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയും നീളം എനിക്ക് വേണ്ടി വരും. അതുകൊണ്ട് ഈ നീളത്തിൽ ഞാൻ ചരട് കട്ട് ചെയ്തു കേട്ടോ. ചരട് ആ നീളം പിടിച്ചിട്ട് നമ്മൾ മടക്കി വേണം എടുക്കുക. എന്താണെന്ന് പറയുമ്പോൾ 2 ചരട് ആവശ്യമുണ്ട്, 2 ഹോളിൽ കൂടെ ഇടാൻ. അപ്പോൾ അതുകൊണ്ട് ആ അളവെടുത്തിട്ട് അതിനൊന്ന് മടക്കി വേണം എടുക്കാൻ. കണ്ടല്ലോ, ഇതിനെ വീണ്ടും കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇതിലൊരു പീസ് എടുത്തിട്ട് ഒരു കെട്ട് കണ്ടോ, ഈ ഒരു കെട്ടിടണം. ഇട്ടിട്ട് ഇത് നമ്മൾ ഈ ക്യാൻഡിൽ കാണിച്ച് ഉരുക്കണം. കയ്യിൽ കൊള്ളാതെ ശ്രദ്ധിച്ചോളണം കേട്ടോ, കൈ പൊള്ളിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. കാര്യം ഉരുകി വരുന്നതിന് മുന്നേ നമ്മൾ ഊതി അണച്ചിരിക്കണം. ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലേ, ഉരുകി നമ്മൾ കെട്ടിട്ട ഭാഗം കൂടെ വീണ്ടും ഉരുകി പോകാൻ സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക്കിലാണിത്. ഞാനിപ്പോൾ ഇതാക്കി ശരിയായില്ല കേട്ടോ. ഈ ഒരു ഐറ്റം മാത്രമേ ഡേഞ്ചർ ആയിട്ടുള്ളൂ കേട്ടോ, ഈ ഉരുക്കുന്ന ഭാഗം. എന്നിട്ട് അടുത്ത ചരട് അതെവിടെ പോയി? ഇതെവിടെ പോയി? ഇതും അതേപോലെ കെട്ടിയിട്ട് ഉരുക്കണം കേട്ടോ. കയ്യിൽ കൊള്ളാതെ നോക്കിക്കോണേ. ഉരുക്കി എടുക്കുമ്പോഴത്തേക്ക് അത് നിങ്ങൾ സ്പീഡായിട്ട് ഉരുകി വരും. അപ്പോഴത്തേക്ക് നമ്മൾ കൈ എടുത്തോളണം. ഉണ്ടോ? ഇതിന് ചെറുതായിട്ട് ഇങ്ങനെ അമർത്തി വയ്ക്കുമ്പോഴത്തേക്കും വിരലിലാവും കേട്ടോ. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് വേണം. തണുത്ത ശേഷം വേണം പ്രസ് ചെയ്യാൻ. ഞാൻ നേരത്തെ തണുക്കുന്നതിന് മുന്നേ പ്രസ് ആക്കി, അതാണ് അങ്ങനെ പറ്റിയത്. സോറി, ചെറിയ ചെമ്മയുടെ പ്രശ്നമുണ്ട്. എന്നിട്ട് ഈ ചരട് നമ്മൾ അകത്തൂടെ വേണം എടുക്കുക. ഈ ചെറിയ ഹോളുണ്ടല്ലോ, അതിൻ്റെ അകത്തൂടെ നമ്മൾ ഈ ചരടിനെ വലിച്ചെടുക്കണം. കണ്ടോ? അതേപോലെ മറ്റത് വലിച്ചെടുക്കണം. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അത് ഹോൾ ചെറുതാണെന്ന് തോന്നുന്നു. വരുന്നില്ലല്ലോ. ഈ ഹോളിൽ നമുക്കിത് ഇടാനായിട്ട് പ്രയാസമാണ് കേട്ടോ. ചരട് ഇതിൻ്റെ അകത്തേക്ക് വരാൻ കുറച്ച് ഇതെന്തടപ്പം പോകുന്നില്ലല്ലോ. ഒന്ന് കട്ട് ചെയ്തിട്ട് കാണാൻ കഴിയുന്നില്ല കേട്ടോ, കാണുന്നാത്ത കാര്യം. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഈ ഒരു അളവിലാണ് ഒരു കെട്ടിടണം. ഇതിന് ഒരേപോലെ കെട്ടണം കേട്ടോ, ഇല്ലെങ്കിൽ ഒരു സൈഡ് വലുതും ഒരു സൈഡ് ചെറുതുമായിപ്പോയാൽ അതും ചട്ടി ചരിഞ്ഞ് നിൽക്കാൻ സാധ്യതയുണ്ട്. ഒരേപോലെ കെട്ടണം.
ചെറിയൊരു വ്യത്യാസമൊക്കെ വരും, അതൊന്നും കാര്യമാക്കണ്ട. കണ്ടോ? ഇനി ഇതിലേക്ക് ഒരു മുത്ത് ഈ ഒരു മുത്ത് ഇതിലേക്ക് ഇടുകയാണേ. ഈ 2 ചരടും കൂട്ടി പിടിച്ച് വെച്ചിട്ടാണ് മുത്ത് അതിലേക്ക് ആക്കാനുള്ളത് കേട്ടോ. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി ആ 4ാമത്തെ ഐറ്റം ഉണ്ടല്ലോ, അതിങ്ങനെ വച്ചിട്ട് ഇത് വെച്ചാണ് നമ്മൾ ഇതിൻ്റെ അളവ് സെറ്റ് ചെയ്യുന്നത്. കണ്ടോ? ഇതിപ്പോൾ സെയിം ആയിട്ടിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തിന് എങ്ങനെയാണോ താഴ്ന്ന് നിൽക്കേണ്ടത് അതിനനുസരിച്ച് വലിച്ച് താഴ്ത്തണം. കണ്ടോ? ഈ ഒരു പൊസിഷനിൽ കുറച്ചും കൂടെ ഉയർന്ന് നോക്കണം. ഓക്കെ, ആ ഭാഗം നമ്മൾ പിടിച്ചിട്ട് കെട്ടണം. അവിടെ ഒരു കെട്ടിടണം. കെട്ടിട്ട ശേഷം വീണ്ടും ഒരു മുത്ത് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. സോറി കേട്ടോ, ഇവിടെ ഈ മുത്തിങ്ങനെ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ ഒരു കെട്ട് കൂടെ നമ്മൾ ഇടണം. അത് ഞാൻ മറന്നു കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മുത്ത് ഇങ്ങനെ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കെട്ടിടുന്നത്. ഉണ്ടോ? അപ്പോൾ മുത്തിൻ്റെ 2 സൈഡിലായിട്ട് കെട്ടിടണം. ഈ ഒരു മുത്ത് നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചരടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ കാണിച്ച് ആ കാറിൻ്റെ ഒരു പോർഷൻ. ഈ ചരട് നീങ്ങി പോകണം. മുത്ത് ചെറുതായി പോയിട്ട് കുറച്ചുകൂടെ വലിയ പോകാനുള്ള മുത്ത്. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റിൽ നമ്മൾ ഇത് കൊടുക്കുമ്പോഴത്തേക്കും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഹോളുണ്ടല്ലോ, അത്യാവശ്യം വലിപ്പമുള്ള ഹോളാണ്. അപ്പോൾ ഈ ഹോളിൽ കൂടെ നമ്മൾ കെട്ടിട്ടാലും അത് മുകളിലേക്ക് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മുത്ത് കൊടുക്കുന്നത്. ആ മുത്തിൻ്റെ അവിടെ വേണമെങ്കിൽ കെട്ടിടാം, ഞാൻ കെട്ടിടുന്നില്ല കേട്ടോ. കെട്ടിടാതെ തന്നെ ഈ ഹോളിലേക്ക് ഇതിനെ വലിച്ചെടുക്കുക. കണ്ടോ? ഇത് 5ാമത്തെ പോർഷനാണ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വേണ്ടത് 4ാമത്തെ പോർഷനാണ്. നാലാമത്തെ പോർഷൻ ഈ 5ൻ്റെ അടുത്തായിട്ട് കൊടുക്കണം കേട്ടോ. കണ്ടോ? അടുത്ത് 3ാമത്തത്. 3 ഏതാണാവോ? ഇതാണെന്ന് തോന്നുന്നു. ഇത് 3ആണ്. വീഡിയോ കുറച്ച് ലെങ്തി ആവും കേട്ടോ, ക്ഷമിക്കണം. പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. ഇത്രയും ചെയ്ത് വെച്ചിട്ട് കൂടെ വീഡിയോ ലെങ്ത് ആവും. ഇത് 4ാമത്തെ അല്ല, ഇത് 5ാമത്തെ പോർഷനാണ് കേട്ടോ. 4ാമത്തെ പോർഷൻ ഇതാണ്. കറക്റ്റ് നമ്മൾ ഇതാക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ, ചട്ടി ഒന്ന് താഴ്ന്ന് ഒന്ന് ആ കറക്റ്റ് പൊസിഷനിൽ വരില്ല. കണ്ടോ? ഇതാണ് 5ാമത്തെ പോർഷൻ. ടോപ്പിൽ എങ്ങനെയുണ്ട്? കൊള്ളാവും.
ഇനി ഇതിനെല്ലാം കൂടെ കൂട്ടി കെട്ടണം. ഇത് നമ്മളല്ലാതെ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റിൽ ഓരോരുത്തർ ഇടുന്ന കെട്ടുണ്ട്, അത് വേറൊരു ടൈപ്പ് കെട്ടാണ് കേട്ടോ. ആ കെട്ടല്ല ഞാനിപ്പോൾ ഇടുന്നത്. ഇവിടെ ഇതിൻ്റെ മുകളിലും നമുക്ക് മുത്ത് പിടിപ്പിക്കാം. ഞാൻ തൽക്കാലം പിടിപ്പിക്കുന്നില്ല. ഇതിനെ ഞാൻ എല്ലാം ഒരേപോലെ പിടിച്ചിട്ട് ഒരു കെട്ടിടുകയാണ് കേട്ടോ. എന്തെങ്കിലും പറയുമ്പോൾ തെറ്റിപ്പോകുന്നെങ്കിൽ ക്ഷമിക്കണേ. കാര്യം ഒറ്റ ടേക്കിൽ എടുക്കുന്ന വീഡിയോ ആണ്, എഡിറ്റൊന്നും ചെയ്യില്ല. അപ്പോൾ എന്തെങ്കിലും പറയുന്നതിൽ അപാകത വന്നാൽ ക്ഷമിക്കുക. ഓക്കെ, ഇതാ കണ്ടോ ഈ കെട്ടിട്ടിട്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്തിട്ട് ഇത് പ്ലാസ്റ്റിക് ചരടാണ് കേട്ടോ. പ്ലാസ്റ്റിക് ചരടാവുമ്പോൾ നമ്മൾ എത്ര കെട്ടിട്ടാലും അത് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനൊന്ന് ചൂടാക്കണം. കണ്ടോ? ഇനി ഒരു 4 പീസ് മതിയാവും. നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗം മതിയല്ലോ. ഇതിനൊന്ന് അമർത്തി വെക്കണം കേട്ടോ. അത് ചൂടാണ്, നല്ല ചൂടാണ്. ഇങ്ങനെ അമർത്തി വെച്ചില്ല എങ്കിലുള്ള പ്രശ്നം ഈ കെട്ട് അഴിഞ്ഞു പോകും. ഇത് കണ്ടോ, ഈ കെട്ടിൻ്റെ ഈ 2 ചരടിൻ്റെ ഇടയിൽ കൂടെ ഇതെടുക്കുകയാണേ. നീളം കുറവാണ്, കുറച്ചുകൂടെ നീളം വേണം. അപ്പോൾ ഇത്രയും നീളത്തിൽ മടക്കിയാണ് എടുക്കുന്നത്. ഒരേ പീസിൽ ഒരു 4 ചരട്, 4 കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഇതിൽ 2 ചരട് ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കും. 2 ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് എടുക്കുന്നത് കേട്ടോ. 2 ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് കെട്ടിപ്പിടിപ്പിക്കാം കേട്ടോ. ഞാൻ പിന്നെ എൻ്റേതായ രീതിക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഈ രീതി തന്നെ കെട്ടിടണമെന്നില്ല. ഇത് ഇപ്പം നമുക്ക് എത്ര ലെങ്തിലാണോ ഇത് ആവശ്യം അതനുസരിച്ച് നമുക്ക് ഇതിനെ ലെങ്തി ആയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ഇതായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിനു മുന്നേ വേറൊരു കാര്യം ചെയ്തില്ല കേട്ടോ. ഈ കൊളുത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം, അല്ലെങ്കിൽ പിന്നീട് നമുക്കത് കയറ്റാൻ പ്രയാസമൊന്നുമില്ല. ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ കയറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ കെട്ടിടുകയാണ്. ഈ വീഡിയോ 19 മിനിറ്റ് ആയോ? പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇടേണ്ടി വരുമോ? ഇത്രയും ലെങ്തി ആവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ. കെട്ടിടാനാണ് ഇത്തിരി പ്രയാസം. ഓക്കെ,
ഇതിന് ഏതോ ഒരു കെട്ട് താഴ്ന്നു പോയിട്ടുണ്ട്. ഒരു കെട്ട് താഴ്ന്നു പോയി കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും നോക്കുന്നില്ല, വീഡിയോ ലെങ്തി ആയിക്കൊണ്ടിരിക്കും. കയ്യിൽ കൊടുക്കും. ഇതിലേക്ക് ഞാൻ ചകിരിച്ചോറ് നിറയ്ക്കാണ്. ചകിരിച്ചോറ് പോട്ട്സ്. കാണുന്നുണ്ടോ? ഇതാണ്ടോ, വീഡിയോ ലെങ്ത് ആയിപ്പോയി കേട്ടോ, അതുകൊണ്ട് സ്പീഡായിട്ട് ചെയ്യുകയാണ്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ചെടി വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ചെടിയാണ് പുൽച്ചെടി. ഇത് പിടിപ്പിക്കാനാണ് കുറച്ച് പ്രയാസം. ചകിരിച്ചോറല്ലേ, അപ്പോൾ അത് കുത്തി വയ്ക്കാനായിട്ട് കുറച്ച് പാടാണ്. മണലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുത്തി അതിലേക്ക് വയ്ക്കാം. ചകിരിച്ചോറ് കുറച്ച് പ്രയാസമാണ്. ഞാനിപ്പോൾ തൽക്കാലം ഒന്നിങ്ങനെ ജസ്റ്റ് വയ്ക്കുന്നേ ഉള്ളൂ. പിന്നീട് നല്ല രീതിയിൽ നട്ട ശേഷം ഞാൻ ഷോർട്സ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ക്ഷമിക്കണേ ലെങ്തി ആയതിന്. ഞാൻ കരുതി 4 എണ്ണം ചെയ്ത് വെച്ചല്ലോ ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ അത്ര ഈസി അല്ല സാധനം. ചുറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ നമ്മൾ വയ്ക്കുമ്പോഴേ. കണ്ടോ, ഇതെന്തെന്നറിയാമോ, ഈ 5ാമത്തെ ഭാഗം വെയിറ്റ് കൂടിയത് കൊണ്ടാണ് ഒരു സൈഡ് കൊണ്ടുവന്ന് ചരിഞ്ഞു പോയത്. അതുകൊണ്ടാണ് ഒരേപോലത്തെ പോട്ട് എടുക്കാൻ പറയുന്നത്. ഇഷ്ടമായോ? എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനും കൂടെ അമർത്തണം കേട്ടോ. ഓക്കെ, ബൈ.